ഹായ് കുട്ടികളെ. പിന്നെ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രോബബിലിറ്റി പഠിച്ചതാണ്. അതിൻ്റെ ബാക്കി പോർഷൻ സെക്കൻഡ് ഇയറിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് അത്യാവശ്യം കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കണം. അതിൻ്റെ ബാക്കിയാണല്ലോ സെക്കൻഡ് ഇയറിൽ. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റിലാണ് തുടങ്ങിയത്. റാൻഡം എക്സ്പെരിമെൻറ്റ് കൃത്യമായിട്ട് റിസൾട്ട് പറയാൻ പറ്റിയില്ല, പക്ഷേ പോസിബിലിറ്റീസ് പറയാം. അങ്ങനെയുള്ളതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്സ്. അതിൻ്റെ റിസൾട്ടിനെ ഇവൻറ്റ്സ് എന്ന് പറയും. ഈ ഇവൻറ്റ്സിൻ്റെ എല്ലാം കൂടെ സെറ്റ്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, എച്ച് ഒരു റിസൾട്ടാണ്, ടി ഹെഡ് ആകാം ടെയിൽ ആകാം, എച്ച് ടി. ഇപ്പോൾ രണ്ട് ഇവൻറ്റ്സ് അല്ല ഔട്ട്കംസ്. ഇപ്പോൾ എച്ച് ഒരു ഔട്ട്കമാണ്, ടി ഒരു ഔട്ട്കമാണ്. ഇപ്പോൾ രണ്ട് ഔട്ട്കംസ് ആണുള്ളത്. ഈ ഔട്ട്കംസിൻ്റെ എല്ലാം ഈ ടോട്ടൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് എല്ലാം കൂടെ കൂടുന്നതാണ് സാമ്പിൾ സ്പേസ് എസ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഇവൻ്റ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റാണ്. ഇപ്പോൾ ഏത് ഇവൻ്റ് എടുത്താലും നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് ക്യാപിറ്റൽ എയുടെ ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻ്റ് എ. പി ഓഫ് എ ഈസ് ഈക്വൽ ടു N of A by N of S. N of A by N of S ആണ് probability of the event A. N of A, number of outcomes in A. ആ event A by total number of outcomes sample space. N of A by N of S. അതാണ് probability of the event capital A. N of A by N of S നമ്മൾ പഠിച്ചതാണ്. ഇനി പ്രോബബിലിറ്റിക്ക് കുറേ ബേസിക് തിയറംസ് റിസൾട്ടുകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും സംഭവിക്കുകയില്ലാത്ത ഇവൻ്റ്, ഇമ്പോസിബിൾ ഇവൻ്റ് ഫൈ, അതിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ എപ്പോഴും സംഭവിക്കുന്ന ഇവൻ്റാണ് സാമ്പിൾ സ്പേസ് എസ്. ഫുള്ളായിട്ടുള്ളത് സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി അപ്പം 1 വരും. ഇനി ഒരു ഇവൻ്റ് എ എടുത്താൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എ ഡാഷ് എന്ന് വെച്ചാൽ എയിലില്ലാത്തതെല്ലാം എ ഡാഷിൽ വരും. അത് കണ്ടുപിടിക്കാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് കാണണമെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ചെയ്താൽ മതി. 1 മൈനസ് പി ഓഫ് എ, ഇത് തിരിച്ചു എഴുതാം. പി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ്. ഈ രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. പി ഓഫ് എ ഡാഷ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് എ ആണ്. പി ഓഫ് എ നമുക്ക് 1 മൈനസ് പി ഓഫ് എ ഡാഷ് എന്ന് എഴുതാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറം പഠിച്ചിരുന്നു, അഡീഷൻ തിയറം ഓർക്കുന്നുണ്ടോ? എയും ബിയും ഇനി 2 ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും ഇനി 2 ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ കോമൺ ഭാഗം ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്നുള്ള 5 ആയി പൊക്കോളും. അപ്പം പ്രോബബിലിറ്റി ഓഫ് 5 ഇത് 0 ആയി പൊക്കോളും. ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ കൊണ്ട് തീരും. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി വരെയേ ഉള്ളൂ. എനി 2 ഇവൻറ്റ്സ് ആണെങ്കിൽ ഒരു മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ വേണം. ഇത്രയും ബേസിക് ആയിട്ടുള്ള തിയറംസ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് 2 കോയിൻസ്. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഒന്നാമത്തേത് എക്സാക്ട്ലി 1 ഹെഡ്. രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. മൂന്നാമത്തേത് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അപ്പോൾ എക്സാക്ട്ലി 1 ഹെഡ് വരുമ്പോഴുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അറ്റ്മോസ്റ്റ് 1 ഹെഡ്. ഈ ഓരോ കേസിലും പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. അപ്പോൾ എന്താണേലും പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ N ഓഫ് എ ബൈ N ഓഫ് എസ് ആ. സാമ്പിൾ സ്പേസ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാം. നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടോസിങ് 2 കോയിൻസ് അല്ലേ, 2 കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ സാമ്പിൾ സ്പേസ് എസ് എഴുതാം. ഓർക്കുന്നുണ്ടോ? 2 കോയിൻ ടോസ് ചെയ്യുക, 2 ഹെഡ് വരാം, എച്ച്. ഇനി ഒരു ഹെഡും ഒരു ടെയിലും വരാം, എച്ച് ടി വരാം, തിരിച്ചും വരാം, ടി എച്ച്. ഈ 2 ടെയിലും വരുന്നു. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇപ്പം N ഓഫ് എസ് സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? N ഓഫ് എസ് എന്ന് പറഞ്ഞ് നോക്കിക്കേ. N ഓഫ് എസ് എന്ന് പറയുന്നത് 1 2 3 4 4 എണ്ണം ഉണ്ട്. N ഓഫ് എസ് 4. അപ്പോൾ ഇത് ഏതിൻ്റെ പ്രോബബിലിറ്റി? 1 2 3 3 കേസുണ്ട്. 3 കേസിനും കോമൺ ആയിട്ട് വേണ്ടുന്ന കാര്യമാണ് N ഓഫ് എസ്. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി ഒന്നാമത്തെ കേസ്
ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എ എന്ന് പേര് കൊടുക്കാം. എക്സാക്ട്ലി 1 ഹെഡാണ്, അതൊരു ഇവന്റ് ആണ്. ആ ഇവന്റിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. എ ഈക്വൽ ടു എക്സാക്ട്ലി 1 ഹെഡ്. ഇപ്പൊ എക്സാക്ട്ലി 1 ഹെഡ് എന്ന് വെച്ചാൽ കൃത്യമായിട്ടും ഒറ്റ ഹെഡ്, ഒരു ഹെഡ് മാത്രം വരുന്ന ഔട്ട്കംസ്. ഇവിടെ നോക്കിയാൽ 2 ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡേ ഉള്ളൂ, ഇവിടെ ഒരു ഹെഡേ ഉള്ളൂ. ഒരു ഹെഡ് ഒരു ടെയിലോ, കൃത്യമായിട്ട് ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ഒരു ടെയിലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ സെറ്റ് HTU ഉണ്ട്, TH ഉണ്ട്. കണ്ടോ, എ അതാ വരുന്നത്. ഇപ്പം N of A നമുക്ക് എഴുതാം. N of A നോക്കുക, 2 ഉള്ളൂ, 1 2 2 ഉള്ളൂ. N of A കിട്ടിയ പ്രോബബിലിറ്റി ഓഫ് എ എഴുതാം, N of A by N of S. അപ്പോൾ N of A എന്ന് പറഞ്ഞാൽ 2, N of S എന്ന് പറഞ്ഞാൽ 4. 2/4 വേണേൽ സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്ന് എഴുതാം. ഒരിക്കലും പ്രോബബിലിറ്റി 1ൽ കൂടരുത്, നെഗറ്റീവും വരരുത്. 0യുടെയും 1ൻ്റെ ഇടയ്ക്ക് കിടക്കണം. 0യും വരാം 1ഉം വരാം. 0 തൊട്ട് 1 വരെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബബിലിറ്റി കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത രണ്ടാമത്തെ കേസ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് B എന്ന് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? മിനിമം 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് മിനിമം 1 ഹെഡ്. മിനിമം 1 ഹെഡ്. മിനിമം 1 ഹെഡ് എന്ന് വെച്ചാൽ കുറഞ്ഞത് 1 ഹെഡ്. അപ്പോൾ 1 ആകാം ഓർ 2 ഹെഡ്. നമ്മുടെ ഇതിനകത്ത് 2 ഹെഡ് വരെയല്ലേ ഉള്ളൂ. 1 ഹെഡും ആകാം 2 ഹെഡും ആകാം. ഇതിലേത് വേണമല്ലോ, 1 or 2 ഹെഡ്സ്. ഇതാണ്. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. ആ സാമ്പിൾ സ്പേസിനെ B സെറ്റ് ആയിട്ട് എഴുതാം. ആദ്യം 1 ഹെഡും എഴുതാം, 2 ഹെഡും എഴുതാം. 1 ഹെഡ് വരുന്നത് HTയും THും ആണ്. ഇനി നമുക്ക് 2 ഹെഡ്സും എഴുതാം. 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ HH. കണ്ടോ, അപ്പോൾ N of B നമുക്ക് എഴുതാം. N of B എന്ന് പറയുന്നത് നോക്കുക, 1 2 3 3. പ്രോബബിലിറ്റി ഓഫ് B എഴുതാം, N of B by N of S. N of B by N of S ആണ്. N of B നമുക്ക് കിട്ടി 3, N of S എന്ന് പറയുന്നത് 4. 3/4 വരും. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ അടുത്ത C ആണ്. മൂന്നാമത്തെ കേസ് C എന്ന് പറയുന്ന അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്മോസ്റ്റ് മാക്സിമം ഒരു ഹെഡ് മാക്സിമം വരാവുള്ളൂ. അപ്പം മാക്സിമം ഒരു ഹെഡ്, അതിൻ്റെ താഴോട്ട് എത്ര വേണേലും വരാം. ദാറ്റ് മീൻസ് മാക്സിമം 1 ഹെഡ്. മാക്സിമം 1 ഹെഡ് എന്ന് പറഞ്ഞാൽ 1 ഹെഡ് വരാം ഓർ ഹെഡ് ഇല്ലാതെ 0 ഹെഡ് കുറവാ, താഴോട്ട് പോകണം. 0 ഹെഡ്സും വരാം, 1 ഹെഡും വരാം, 0 ഹെഡ്സും വരാം. അപ്പോൾ അത് നിങ്ങൾ സെറ്റാക്കി. 1 ഹെഡ് എന്ന് പറയുമ്പോൾ HTയും വരും, THും വരും. ഇനി 0 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഹെഡ് ഇല്ലാത്തതാണ്, TT. ഇപ്പോൾ N of C നമുക്ക് എഴുതാം. N of C 1 2 3. P of C എന്ന് പറയുന്നത് N of C by N of S. N of C എന്ന് പറയുമ്പോഴത്തേക്കും 3 വരും, N of S എന്ന് പറയുമ്പോൾ 4 വരും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് തന്നേ ഉള്ളൂ. നമുക്കിത് കണ്ടുപിടിക്കുന്ന ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് വേണം ഈ സെക്കൻഡ് ഇയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ടൊന്ന് റിവൈസ് ചെയ്തതാണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് പോകാം. സെക്കൻഡ് ഇയർ നമുക്കുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇത് വെറും പ്രോബബിലിറ്റിയാണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമുക്ക് സെക്കൻഡ് ഇയറിലുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുക. അവിടെ നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 3 പേരെ പോകുന്നുള്ളൂ, 3 പേരെ ജോലിക്ക് പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നുള്ളൂ. 3 വേക്കൻസി അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ അതിന് ABC എന്ന് പേര് കൊടുക്കുക. Aയും Bയും Cയും ഇൻ്റർവ്യൂവിന് പോയി. അപ്പം A ഏബിൾ ആണെങ്കിൽ Aയ്ക്ക് ജോലി കിട്ടും, B ഏബിൾ ആണെങ്കിൽ Bക്കും ജോലി കിട്ടും, C ഏബിൾ ആണെങ്കിൽ Cക്കും ജോലി കിട്ടും. അതായത് അവർ ആ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻസും സാമർഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും ജോലി കിട്ടും. അപ്പോൾ A Bയെ നോക്കേണ്ട കാര്യമില്ല, B Cയെ നോക്കേണ്ട കാര്യമില്ല, A Cയെ നോക്കേണ്ട കാര്യമില്ല. ആരുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഒരാൾ ഏബിൾ ആണെങ്കിൽ അയാൾക്ക് ജോലി കിട്ടും. 3 പേര് പോകുന്നു, 3 വേക്കൻസി ഉണ്ട്. ഇനി സപ്പോസ് ഈ 3 പേര് പോകുന്നു, അവിടെ 2 വേക്കൻസി ഉള്ളെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ A മിടുക്കനാണെങ്കിൽ Aക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? Aക്കാട്ടിലും മിടുക്കൻ Bയോ Cയോ ആണെങ്കിൽ അവർക്കേ കിട്ടുള്ളൂ. അപ്പം A മാത്രം നോക്കിയാൽ പോരാ. Aക്ക് ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി സാധ്യത നമ്മൾ നോക്കുമ്പോൾ അവിടെ Bയും കൂടെ
ഒരു കാര്യം നമുക്ക് രണ്ടെണ്ണം വെച്ച് പറയാം. 2 പേര് പോകുന്നു, എയും ബിയും 2 പേര് ജോലിക്ക് പോകുന്നു. 2 വേക്കൻസിയുടെ പ്രോബ്ലം ഒന്നുമില്ല. സപ്പോസ് ഒരു വേക്കൻസിയേ ഉള്ളൂ, 2 പേര് പോകുന്നു, ഒരു വേക്കൻസിയേ ഉള്ളൂ. അപ്പം എക്ക് ക്വാളിഫിക്കേഷനും സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന് കരുതി എക്ക് കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. എക്കാട്ടിലും മിടുക്കൻ ബി ആണെങ്കിൽ ബിക്കേ കിട്ടുകയുള്ളൂ. അപ്പം എക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ബിയുടെ പ്രസൻസ് കൺസിഡർ ചെയ്യണം, ബിയുടെ ഒക്കറൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം വെറും പ്രോബബിലിറ്റി ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ദ ഇവൻറ്റ് ബി ഈസ് ഒക്കേഡ്. അവിടെ ബിയുടെ ഒക്കറൻസ്, ബിയുടെ പ്രസൻസ് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനത്തെ പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ പ്രോബബിലിറ്റിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് conditional probability of the event A മാത്രം നോക്കിയാൽ പോരാ, given that the event B is occurred, the event B is occurred, ആ occurrence നമ്മൾ നോക്കണം. ഇവന്റ് ബിയുടെ ഒക്കറൻസ് നോക്കണം. അപ്പം എയുടെ പ്രോബബിലിറ്റി എ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ബിയുടെ ഒക്കറൻസ് കൂടെ നോക്കണം. ആ പ്രോബബിലിറ്റിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അത് ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ ഗിവൺ ബി. ഇത് എ ബൈ ബി എന്നല്ല വായിക്കുന്നത്, എ ഗിവൺ ബി എന്നാണ്. അപ്പം പി ഓഫ് എ ഗിവൺ ബി എന്നാണ് വായിക്കുന്നത്. എഴുതുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ആയിട്ടുണ്ട്, പി ഓഫ് എ ഗിവൺ ബി. അപ്പം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ്, അല്ലെങ്കിൽ ഇവിടെ കണ്ടീഷണൽ പറയേണ്ട, ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഗിവൺ ദാറ്റ് ദ ഇവന്റ് ബി ഈസ് ഒക്കേഡ്. ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഗിവൺ ദാറ്റ് ദ ഇവന്റ് ബി ഈസ് ഒക്കേഡ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B. A given B and is denoted by P of A given B. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P of A ഇന്റർസെക്ഷൻ B. ന്യൂമറേറ്ററിൽ എയുടെ ബിയുടെ ഇന്റർസെക്ഷൻ, ഡിനോമിനേറ്ററിൽ ഗിവൺ കഴിഞ്ഞിട്ട് ബി അല്ലേ, ഗിവൺ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അതിന്റെ പ്രോബബിലിറ്റി P of B. അപ്പോൾ ഇവിടെ P of B വെച്ച് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പം P of B ഒരിക്കലും 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇത് ബി ഗിവൺ എയും നമുക്ക് എഴുതാം, പി ഓഫ് ബി ഗിവൺ എ. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് മേളില് ബിയുടെ എയുടെ ഇന്റർസെക്ഷൻ, ഏതാദ്യം എഴുതിയാലും കുഴപ്പമില്ല. ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതിയാൽ മതി. ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ ഡിനോമിനേറ്റർ ഏതാ വരുന്നത്, ഇവിടെ ഗിവൺ കഴിഞ്ഞ് എ ആണ്. അപ്പം പി ഓഫ് എ പി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഗിവൺ ദാറ്റ് ദ ഇവന്റ് ബി ഈസ് ഒക്കേഡ്. അപ്പോൾ നമ്മൾ ഗിവൺ ബി, ഈ ഗിവൺ ബി എയുടെ പ്രോബബിലിറ്റി ആണ് ഇവിടെ, പക്ഷേ ഈ ഗിവൺ ബി എന്നുള്ള ആ ഇവന്റും കൂടെ കൺസിഡർ ചെയ്യണം. ഇതിനെയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ന്യൂമറേറ്റർ സെയിമാ, ഇതിന് രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ, എയുടെ ബിയുടെ ഇന്റർസെക്ഷൻ. ഇവിടെ എന്താണ് വരുന്നത്, അതിൻ്റെ ഫുൾ ഇന്റർസെക്ഷൻ. അതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഗിവൺ കഴിഞ്ഞിട്ട് വരുന്നതിന്റെ പ്രോബബിലിറ്റി. ഇവിടെ ഗിവൺ കഴിഞ്ഞ് ബി ആയതുകൊണ്ട് പി ഓഫ് ബി. ബൈ എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പം ഇവിടെ കഴിഞ്ഞിട്ട് എ അല്ലേ, അപ്പോൾ എയുടെ പ്രോബബിലിറ്റി. അങ്ങനെ ഓർത്തിരിക്കുക. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, പ്രോബബിലിറ്റി ദാറ്റ് എസ് ഗിവൺ എഫ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എഫ് ആണ്, നമുക്ക് എഫ് എന്ന് തന്നെ എഴുതുക. എഫ് അതുപോലെ തന്നെ പി ഓഫ് എഫ് ഗിവൺ എഫ്, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ സെയിം ആണ്. നമുക്ക് എത്ര വരും നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എസ് ഗിവൺ എഫ് ഇക്വേഷൻ വെച്ച് രണ്ടിന്റെയും ഇന്റർസെക്ഷനാണ്. പി ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്, ഡിനോമിനേറ്ററിൽ ഗിവൺ കഴിഞ്ഞിട്ട് വരുന്നതിന്റെ പ്രോബബിലിറ്റി ഈക്വൽ ടു എഫ് എന്ന് പറയുന്നത് ഒരു ഇവന്റാണ്. ഇവന്റ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ എസിന്റെയും എഫിന്റെയും ഇന്റർസെക്ഷൻ അപ്പോൾ എന്ത് വരും, എസിന്റെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് എഫ്. സാമ്പിൾ സ്പേസിലുള്ളത് മാത്രമേ എഫിൽ വരുള്ളൂ.
സാമ്പിൾ സ്പേസിൽ ഇല്ലാത്തൊന്നും എഫിലില്ല, ഇവൻസ് അല്ലേ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ്. അപ്പോൾ എസിന്റെയും എഫിന്റെ ഇന്റർസെക്ഷൻ എന്താ വരുന്നത്? എഫ് കംപ്ലീറ്റ് വരും. അപ്പോൾ എസിന്റെ എഫിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ആ. പി ഓഫ് എഫ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് എഫ് ബൈ പി ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് 1 വരും. അപ്പോൾ ആൻസർ 1 വരും. അടുത്തതും കൂടെ നമുക്ക് നോക്കാം. ഇത് നോക്കാം. പി ഓഫ് എഫ് ഗിവൺ എഫ്, രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. എഫിന്റെ ഇന്റർസെക്ഷൻ എന്ത് വരും? രണ്ടും സെയിം അല്ലേ, അപ്പൊ എഫ് മതി, ഒറ്റ എഫ് മതി, 2 എഫ് എഴുതേണ്ട കാര്യമില്ല. ബൈ പി ഓഫ് എഫ് ഈക്വൽ ടു ഇതും 1 വരും കേട്ടോ. എസ് ഇന്റർസെക്ഷൻ എഫ്, എഫിന്റെ സഞ്ച് എയോ ബിയോ എന്തും വേണേലും വരാം കേട്ടോ. എസ് ഗിവൺ എ അല്ലെ പി ഓഫ് എ ഗിവൺ എ, എഫ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവന്റ് കൊടുക്കാം. എന്ത് വന്നാലും അതിന്റെ ആൻസർ എപ്പോഴും 1 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് തിയറം, അടുത്ത ഇമ്പോർട്ടൻ്റ് ചിലപ്പം പ്രൂഫ് ചോദിക്കാം. കാരണം ഫോക്കസ് പോയിന്റ് ഒക്കെ ചിലപ്പം കാണാം. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉറപ്പായിട്ടുണ്ട്, ബാക്കി ചിലതൊക്കെ ഒഴിവാക്കി എന്നിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രൂഫൊക്കെ വേണേൽ ചോദിക്കാം. അപ്പോൾ അത് പഠിച്ചോണം. അപ്പം അത് നമ്മൾ അഡീഷൻ തിയറം പഠിച്ചില്ലേ? പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, അഡീഷൻ തിയറം നമ്മൾ പഠിച്ചു വരുന്നു, ഓർക്കുന്നുണ്ടോ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് അഡീഷൻ തിയറം. നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഇവിടെയൊക്കെ ഒരു ഗിവൺ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇതേ തിയറം തന്നെയാണ്, എല്ലായിടത്തും ഒരു ഗിവൺ എഫ് കിട്ടാൽ മതി. അപ്പം പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ്. നമ്മുടെ സാധാരണ അഡീഷൻ തിയറം തന്നെ, ഗിവൺ കണ്ടീഷൻ അതേപടി ഇടുന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ചിലപ്പോൾ ഇതിന്റെ പ്രൂഫ് ചോദിക്കാം. ഇഫ് എ ബി ആൻഡ് എഫ് ആർ എനി 3 events, then P of A union B given F equal to P of A given F plus P of B given F minus P of A intersection B given F. നമുക്ക് നോക്കാം, പ്രൂഫ് നോക്കാം. P of A union B given F equal to, ഡെഫിനേഷൻ നിങ്ങൾക്ക് വേണേൽ ഇച്ചിരി മനസ്സിലാക്കാൻ മനസ്സിലാക്കാനല്ല എഴുതാൻ എളുപ്പത്തിന് എ യൂണിയൻ ബിക്ക് വേണേൽ സി എന്നങ്ങ് കൊടുക്കാം. ഒരു സിംഗിൾ ലെറ്റർ ആകുമ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, അതിനാ പി ഓഫ് സി ഗിവൺ എഫ്, വേർ സി എന്ന് പറയുന്ന എ യൂണിയൻ ബി. നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യാൻ ഒരു എളുപ്പത്തിന് കൊടുത്തതേ ഉള്ളൂ, ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് സി എ യൂണിയൻ ബി ആക്കിക്കോണം. ഇപ്പൊ നോക്കുക, കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് സി ഗിവൺ എഫ്, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ കൊടുക്കുക. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തായിരുന്നു? മേളിൽ ഇന്റർസെക്ഷൻ വരും, സിയുടെ എഫിന്റെ ഇന്റർസെക്ഷൻ, താഴെ എന്ന് പറഞ്ഞാൽ ഗിവൺ കഴിഞ്ഞിട്ട് വരുന്ന എഫിന്റെ പ്രോബബിലിറ്റി. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമ്മൾ സിയെ തിരിച്ച് എ യൂണിയൻ ബി ആക്കുന്നു. കാരണം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് സി വേണ്ട, നമ്മൾ എഴുതാൻ ഒരു എളുപ്പത്തിന് ഷോർട്ട് കട്ട് കൊടുക്കുന്നേ ഉള്ളൂ. സിയെ നമ്മൾ എ യൂണിയൻ ബി എന്നങ്ങ് ആക്കുന്നു. എ യൂണിയൻ ബി എന്ന് നമുക്ക് ബ്രാക്കറ്റിൽ അങ്ങ് ഇടാം, ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഓർക്കുന്നുണ്ടോ? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കണ്ടോ, എയും സിയും കൂടെയുള്ള ഇന്റർസെക്ഷൻ എടുക്കാം, നടുക്ക് യൂണിയൻ ബിയും സിയും കൂടെയുള്ള ഇന്റർസെക്ഷൻ. ഇത് നമ്മൾ പ്രോബ്ലത്തിലും വെരിഫൈ ചെയ്തതാണ്, വെൻ ഡയഗ്രം ഉപയോഗിച്ചൊക്കെ വെരിഫൈ ചെയ്താ. യൂണിയനും ഇന്റർസെക്ഷൻ, ഇവിടെ ഇന്റർസെക്ഷൻ ഇവിടെ യൂണിയനാണ്, ഇവിടെ തിരിഞ്ഞു വരും. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി യെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. എ ഇന്റർസെക്ഷൻ സി യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, അതിവിടെ ഉപയോഗിക്കുന്നു. കണ്ടോ, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എഫ് ആ, സിക്ക് വരെ എഫ് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രോബബിലിറ്റി ഓഫ് എയും എഫും കൂടെയുള്ള ഇന്റർസെക്ഷൻ എടുക്കുന്നു. എ ഇന്റർസെക്ഷൻ എഫ് ഒരെണ്ണം, നടുക്ക് യൂണിയൻ, യൂണിയൻ ബിയും എഫും കൂടെ, ബി ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ അതിനെ മാറ്റി. എ ഇന്റർസെക്ഷൻ എഫ്, എ ഇന്റർസെക്ഷൻ എഫ് യൂണിയൻ ബി ഇന്റർസെക്ഷൻ എഫ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ഇത് ഈ പ്രോപ്പർട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് എ ഇന്റർസെക്ഷൻ എഫിന് ഒരു സിംഗിൾ ലെറ്റർ ആക്കാം, ബി ഇന്റർസെക്ഷൻ എഫിന് ഒരു സിംഗിൾ ലെറ്റർ ആക്കാം. കാരണം എങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ എഫിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സി ഒന്നും കൊടുക്കേണ്ട, വേറെ വല്ലതും കൊടുക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫിന് എന്ത് കൊടുക്കാം? നമുക്ക് എക്സ്നോ വൈനോ വല്ലോ ഒക്കെ കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. എ ഇന്റർസെക്ഷൻ എഫിന് എക്സ് കൊടുത്തു, യൂണിയൻ ബി ഇന്റർസെക്ഷൻ എഫിന് വൈ കൊടുത്തു, എക്സ് യൂണിയൻ വൈ, വേർ എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എഫ്
വൈ എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ എഫ്. ചെയ്യാൻ ഒരിടത്ത് എക്സും വൈയും കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബി വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. വൈ ഉണ്ടല്ലോ, വൈ പി ഓഫ് എഫ്, അത് എഴുതാൻ വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എ ഇന്റർസെക്ഷൻ എഫിന് എക്സ് കൊടുത്തപ്പോൾ എക്സ് യൂണിയൻ വൈ ആയി, ബി ഇന്റർസെക്ഷൻ എഫിന് വൈയും കൊടുത്തു. ഓക്കെ, ഇത് നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എക്സ് യൂണിയൻ വൈ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, അഡീഷൻ തിയറം പഠിച്ചല്ലേ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിവിടെ കൊടുക്കുന്നു. പി ഓഫ് എക്ക് പകരം എക്സ് പ്ലസ് പി ഓഫ് ബിക്ക് പകരം വൈ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം എക്സ് ഇന്റർസെക്ഷൻ വൈ ബൈ പി ഓഫ് എഫ് ഇങ്ങനെ കൊടുത്തു. ഇനി എക്സിന് വൈയുടെ ആവശ്യം കഴിഞ്ഞു, തിരിച്ച് എക്സിനും വൈക്കും പകരം ഇത് കൊടുക്കുന്നു. അപ്പോൾ എക്സിന് പകരം നമുക്ക് എക്സിന് പകരം പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് കൊടുക്കുന്നു പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എഫ് കൊടുക്കുന്നു മൈനസ് പ്രോബബിലിറ്റി ആയിട്ട് എക്സിന് പകരം എ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ വൈക്ക് പകരം ബി ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ എല്ലാത്തിനും ബി ഓഫ് എഫ് ഉണ്ടോ. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ എക്സും വൈയും കൊടുക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് എക്സിനെയും വൈനെയും തിരിച്ചു കൊണ്ടുവരണം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതുണ്ടോ, ഇത് സ്പ്ലിറ്റ് ചെയ്യാം. എ പ്ലസ് ബി മൈനസ് സി ന്യൂമറേറ്ററിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. കോമൺ ആയിട്ട് ബി ഓഫ് എഫ് ഡിവൈഡ് ബൈ ഇല്ലേ, ഓരോന്നിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് അങ്ങോട്ട് മാറ്റിക്കോണേ, ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. കണ്ടോ, പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് പ്ലസ് അടുത്ത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്, ബി ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് മൈനസ് ഇവിടെ നോക്കാം, എയുടെ എഫിൻ്റെയും ബിയുടെയും എഫിൻ്റെയും ഇന്റർസെക്ഷൻ അല്ലേ. അപ്പോൾ എഫ് രണ്ട് പ്രാവശ്യം എല്ലാം ഇന്റർസെക്ഷനാണ്. എഫ് രണ്ട് പ്രാവശ്യം എഴുതേണ്ട കാര്യമുണ്ടോ? എഫിൻ്റെ ഇന്റർസെക്ഷൻ എഫ് അല്ലേ, ഒറ്റ തവണ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അതിനെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എഫ് എന്ന് നോക്കാം. ഒറ്റ തവണ എഫ്, എ ആദ്യം എഴുതി ബി രണ്ടാമത്, അതൊന്നും കുഴപ്പമില്ല, ഏത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, ബൈ പി ഓഫ് എഫ്. ഇനി നോക്കുക, ഇത് നോക്കിയാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എഫ് ബൈ പി ഓഫ് എഫ്, അത് എന്തിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചല്ലേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ എഫ് ആണ്. കണ്ടോ, പി ഓഫ് എ ഗിവൺ എഫിൻ്റെ ഇക്വേഷൻ അല്ലേ, ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് പ്ലസ് അടുത്ത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് എന്ന് പറയുന്നത് പി ഓഫ് ബി ഗിവൺ എഫ്, പി ഓഫ് ബി ഗിവൺ എഫിൻ്റെ ഇക്വേഷനാണ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എഫ്, അതെന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ്. കണ്ടോ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ് എന്നുള്ളത് ഇതിൻ്റെ ഫുൾ ഇന്റർസെക്ഷൻ മേളിൽ വന്നു, ഡിനോമിനേറ്ററിൽ പി ഓഫ് എഫ്. അപ്പോൾ ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ എഫ്. അപ്പോൾ ഈ പ്രൂഫ് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റാണ്, ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സിയോ എക്സോ വൈയോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇച്ചിരി കൂടി എളുപ്പം വരും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആയോ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു, ഇപ്പം നമ്മൾ രണ്ട് തീരം പഠിച്ചില്ലേ, ഒരു തീരം കൂടെ ഉണ്ട്, അത് പ്രൂഫ് ഒന്നും പഠിക്കണം കേട്ടോ. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി, എ ഡാഷ് ഗിവൺ ബി വരുമ്പോൾ പി ഓഫ് എ ഡാഷ് എന്ന് വെച്ചാൽ ഗിവൺ ബി ഇല്ലാന്ന് വിചാരിക്കുക. പി ഓഫ് എ ഡാഷ് എന്താ, 1 മൈനസ് പി ഓഫ് എ അല്ലേ. അപ്പം ഗിവൺ ബി ഉണ്ട്, ഇവിടെ ഒരു ഗിവൺ ബി അങ്ങ് ഇട്ടാൽ മതി, തിരിച്ചു എഴുതാം. പി ഓഫ് എ ഗിവൺ ബി, അതിനെ നമുക്ക് 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഗിവൺ ബി എന്ന് എഴുതാം. ഗിവൺ കണ്ടീഷൻ അതേപടി ഇടുക, അവിടെ ഒരു ചേഞ്ചും വരരുത്. അപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കാം പി ഓഫ് എ ഡാഷ് ഗിവൺ ബി ഡാഷ്. അപ്പം ഇവിടെ ഗിവൺ ബി ഡാഷ് ഇല്ല എന്ന് വിചാരിക്കുക, പി ഓഫ് എ ഡാഷ് ആണെങ്കിൽ നിങ്ങൾ 1 മൈനസ് പി ഓഫ് എ എന്നല്ലേ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗിവൺ ബി ഡാഷ് ആണെങ്കിൽ ഇവിടെയും ഗിവൺ ബി ഡാഷ്. ഗിവൺ കണ്ടീഷനെ ചേഞ്ച് ചെയ്യരുത്, ഗിവൺ കണ്ടീഷൻ അതേപടി നിൽക്കണം, അവിടെ ഒരു ചേഞ്ചും വരാൻ പാടില്ല. ഓക്കെ, അത് തെറ്റിക്കരുത്. പി ഓഫ് എ ഡാഷ് ഗിവൺ ബി ഡാഷ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് എ ഡാഷ് മാത്രം മാറ്റി പി ഓഫ് എ ഗിവൺ ബി ഡാഷ് അതുപടി ഇട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും റിസൾട്ടാണുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പ്രോപ്പർട്ടീസ് ഇത്രയുണ്ട്, നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം.
എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഇനി ഇയും എച്ചും തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് ഹെഡ് ഓൺ തേർഡ് ടോസ്. ഹെഡ് ഓൺ തേർഡ് ടോസ്. എഫ് എന്ന് പറയുന്നത് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ഇയും എഫും. ഇ എന്ന് പറയുന്നത് ഹെഡ് ഓൺ തേർഡ് ടോസ്. എഫ് എന്ന് പറയുന്നത് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് പി ഓഫ് ഇ ഗിവൺ എഫും കാണണം ആൻഡ് പി ഓഫ് എഫ് ഗിവൺ ഇയും കാണണം. ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. എന്നിട്ട് ഇയും എഫും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഓൺ തേർഡ് ടോസ് ആണ് ഇ, ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ് ആണ് എഫ്. ഇത് രണ്ടും വെച്ചിട്ട് പി ഓഫ് ഇ ഗിവൺ എഫും പി ഓഫ് എഫ് ഗിവൺ ഇയും കാണണം. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫിൻ്റെ ഇക്വേഷൻ എന്താ? പി ഓഫ് ഇൻ്റർസെക്ഷൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഇവിടെയാണ് ബൈ പി ഓഫ് ഇ വരും. അപ്പോൾ നമുക്ക് പി ഓഫ് ഇ കാണണം, പി ഓഫ് എഫ് കാണണം, ഇൻ്റർസെക്ഷനും കാണണം. ഇ കാണണം, എഫ് കാണണം, ഇൻ്റർസെക്ഷൻ കാണണം, അതിലെല്ലാം പ്രോബബിലിറ്റിയും കാണണം. അത്രയും കിട്ടിയാൽ ഇവിടെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമുക്ക് സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം വേണ്ടേ? അപ്പോൾ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാം. എസ് ഈസ് ഈക്വൽ ടു ടോസിങ് 3 കോയിൻസാ. 3 കോയിൻസ് ആകുമ്പോൾ 8 ഔട്ട്കംസ് ഉണ്ട്. എച്ച് എച്ച് എച്ച്, പിന്നെ ഇത് 3 ഹെഡ്. ഇനി 2 ഹെഡ് വരുന്നത് എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. ഇനി ഒരു ഹെഡ് ഉള്ളത് എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്. ഇനി ഹെഡ് ഇല്ലാത്തത് ടി ടി ടി. അപ്പോൾ നമുക്ക് എൻ ഓഫ് എസ് എഴുതാം. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 എണ്ണം ഉണ്ട്. ഈ എൻ ഓഫ് എസ് നമുക്ക് ഏതിൻ്റെ പ്രോബബിലിറ്റി കാണുന്നതിലും വേണം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇയും എഫും ഇ ഇൻ്റർസെക്ഷനും എഫ് എഴുതണം, അതിൻ്റെ എല്ലാ എണ്ണം എഴുതണം, പ്രോബബിലിറ്റി എഴുതണം. അത്രയും കാര്യങ്ങൾ. ഇയുടെ പ്രോബബിലിറ്റി വേണമെങ്കിൽ ഇയുടെ എണ്ണം വേണം, എഫിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ എഫിൻ്റെ എണ്ണം വേണം, ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം ഇ എഴുതാം. ഇ എന്ന് പറയുന്നത് നോക്കുക, ഹെഡ് ഓൺ തേർഡ് ടോസ്. മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത് എല്ലാം എഴുതാം. ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ നോക്കുക വേണ്ട. മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത്, മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത് ഇവിടെ ഉണ്ട്, എച്ച് എച്ച് എച്ച്. മൂന്നാമത്തേത് ഹെഡാ, ഇവിടെ ടി ആ മൂന്നാമത്. ഇത് എഴുതാം എച്ച് ടി എച്ച്. ഇനി ടി എച്ച് എച്ച് എഴുതാം, ടി എച്ച് എച്ച്. മൂന്നാമത്തേത് ഹെഡാ, ഇവിടെ ടി ആണ് ലാസ്റ്റ്, ഇവിടെ ടി ആണ്. ഇത് എഴുതാം ടി ടി എച്ച്. ഇത്രയുണ്ട് മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത്. മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത് ഫസ്റ്റും സെക്കൻഡും എന്താണെന്ന് പോലും നോക്കണ്ട. മൂന്നാമത്തേതിന് ഹെഡ് വരുന്നത് ഇത്രയുണ്ട്. അതിൻ്റെ എണ്ണം എഴുതുക, ഇയുടെ എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് എണ്ണി നോക്കുക, 1 2 3 4 4 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് എഫ് എഴുതാം. എഫ് എന്ന് പറയുന്നത് നോക്കുക, ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ആദ്യത്തെ 2 ടോസിൽ ഹെഡ് വരുന്നത്. ആദ്യത്തെ 2 ടോസിൽ ഫസ്റ്റും സെക്കൻഡും ഹെഡാണ്. തേർഡിൽ എന്ത് വേണേലും വന്നോട്ടെ, അതൊക്കെ. ഇനി ഇവിടെ ഫസ്റ്റും സെക്കൻഡും ഹെഡാണ്. ഇനിയുണ്ടോ ഫസ്റ്റ്? ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഇല്ല, ഇവിടെ വേറെ ഒന്നിലും ഇല്ല. ഫസ്റ്റും സെക്കൻഡും ഹെഡ് വരുന്നത് ഇത് രണ്ടുമേ ഉള്ളൂ. ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. അപ്പോൾ ഇവിടെ എൻ ഓഫ് എഫ് നമുക്ക് എഴുതാം. എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 1 2 2 ഉള്ളൂ. ഇനി നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫും കൂടെ വേണം. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫ് എഴുതാം. ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഇയുടെയും എഫിൻ്റെയും ഈ എഫ് ഇവിടെ ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് എച്ച് 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 കോമണാണ്. എച്ച് എച്ച് ടി ഇവിടെ ഇല്ല. അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ, എച്ച് എച്ച് എച്ച്. ഒറ്റ ഔട്ട്കമേ ഉള്ളൂ. അപ്പോൾ എൻ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഈ ഒരെണ്ണം മാത്രം. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഓരോന്നിന് പ്രോബബിലിറ്റിയും കൂടെ എഴുതണം. പ്രോബബിലിറ്റി എന്നിട്ട് വേണം നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫും എഫ് ഗിവൺ ഇ ഗിവൺ എഫും എഫ് ഗിവൺ ഇയുടെ പ്രോബബിലിറ്റി കാണാൻ. പി ഓഫ് ഇ എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് 4, എൻ ഓഫ് എസ് എപ്പോഴും 8. ഇനി 1/2 നാക്കണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇനി പി ഓഫ് എഫ്. പി ഓഫ് എഫ് എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എഫ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എഫ് നമുക്ക് കിട്ടി 2/8. അതും വെട്ടിക്കളയണ്ട. ഇനി പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് നമുക്കറിയാം 1 ആണ്. 1/n ഓഫ് എസ് 8 ആണ്. ഇപ്പം എല്ലാം നമുക്ക് കിട്ടി. ഇനി വേണം ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയില്ലേ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. ഇതങ്ങോട്ട് മായ്ക്കാം. ഇ എഫ് ഒക്കെ മായ്ച്ചിട്ട്
അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് ഇ ഗിവൺ എഫ് കാണാം. പി ഓഫ് ഇ ഗിവൺ എഫ് കാണാം. പി ഓഫ് ഇ ഗിവൺ എഫിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കണം. പ്രോബബിലിറ്റി അറ്റ് ഇന്റർസെക്ഷൻ ഈ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഈ ഇന്റർസെക്ഷൻ എഫിന്റെ പ്രോബബിലിറ്റി നമ്മളിപ്പം കണ്ടുപിടിച്ചു. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് 1/8. 1/8 ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. പി ഓഫ് എഫ് 2/8. ഇത് വേണേൽ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1/8 ഇൻറ്റു 2/8ന്റെ റെസിപ്രോക്കൽ 8/2 വരും. ഇത് വേണേൽ ഇവിടെ വെച്ച് തന്നെ 8 അങ്ങ് വെട്ടിക്കളയാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് വെട്ടിയിട്ട് മിച്ചം 1/2 എന്ന് എഴുതിയാലും മതി. ഇവിടെ വെച്ച് വെട്ടാനുള്ളതേ ഉള്ളൂ. മിച്ചം 1/2 വരും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പി ഓഫ് എഫ് ഗിവൺ ഇയും കൂടെ വേണം. എഫ് ഗിവൺ ഇ പി ഓഫ് ഇന്റർസെക്ഷൻ മേളിൽ ബൈ പി ഓഫ് ഇ താഴെ ഈക്വൽ ടു ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടി 1/8 ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ എന്ന് പറയുന്നത് 4/8 ഉണ്ടോ. 8 വെട്ടിപ്പോയിട്ട് മിച്ചം 1/4 വരും ആൻസർ. സിമ്പിളാണ്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പം അതിൻ്റെ അകത്ത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. അപ്പം അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പം അത് നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു.